അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തേത് ഒരു ഓണസദ്യൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്തായാലും എല്ലാവരും മുഴുവനായിട്ട് കണ്ടോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എല്ലാവരോടും ഹാപ്പി ഓണം. പിന്നെ നമ്മൾ ഓണമായിട്ട് സദ്യ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തായാലും സദ്യ വാങ്ങണം വിചാരിച്ചു. പിന്നെ സദ്യ കഴിക്കണം എന്നുള്ളത് എൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പം ഇതാ നമ്മൾ MRA എന്നാണ് സദ്യ വാങ്ങിയിട്ടുണ്ടായത്. അവരുടെ പാക്കിങ് അടിപൊളി പാക്കിംഗ് ആയിരുന്നു. പിന്നെ ഇതുപോലെ ഫുഡ് ഐറ്റംസിന് അതിൻ്റെ പേര് ബോക്സിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്വാണ്ടിറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ സദ്യയിൽ വരുന്നത് 25 ഐറ്റംസ് ആണ്. 25 ഐറ്റംസ് എന്ന് പറയുമ്പോൾ അതിൽ വെള്ളവും പിന്നെ ഉപ്പും പഴവും അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ള 25 ഐറ്റംസ് ആണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഓരോന്ന് ഞാനെടുത്ത് പുറത്ത് വെക്കലാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ സദ്യൻ്റെ റേറ്റ് വന്നിട്ട് 500 ആണ്. അപ്പോൾ 500 റുപ്പീസ് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി അവർക്ക് ക്വാണ്ടിറ്റി ആഡ് ചെയ്യാമായിരുന്നു തോന്നിയിട്ടുണ്ട്. അപ്പോൾ സദ്യയെല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞു തരാം ഓരോന്നും എന്തെല്ലാമാണെന്ന്. അപ്പോൾ ഈ സദ്യയിൽ വന്നിട്ടുള്ള 25 ഐറ്റംസ് ആണ് ഇത്. അപ്പം ഇതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ കൂട്ടുകറി, അവിയൽ, തോരൻ, പച്ചടി, പിന്നെ അച്ചാർ, വെണ്ണ, സാമ്പാർ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ 2 തരം പായസം ഉണ്ട്. പിന്നെ വാട്ടർ ബോട്ടിൽ വെള്ളമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ 500 റുപ്പീസിൻ്റെ സദ്യയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും കഴിച്ച് നോക്കാം. പിന്നെ നമ്മളിത് നിലത്താണ് സെറ്റ് ചെയ്തിട്ടുണ്ടായത്. അപ്പം നമ്മൾ നിലത്തിരുന്ന് തിന്നാമെന്ന് വിചാരിച്ച്. അപ്പോൾ ബ്രദർ കേക്കാണ്. അപ്പോൾ ആദ്യം തന്നെ അവൻ കഴിച്ചിട്ട് സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കലാണ്. അങ്ങനെ അടിപൊളി സദ്യയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ തിന്നുന്ന ടൈം എന്ന് പറഞ്ഞാൽ 4 മണിയായിട്ടുണ്ട്. എല്ലാം തണുത്തു പോയിട്ടുണ്ട്. പക്ഷേ സദ്യ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പം നമ്മൾ വയറ് നിറച്ച് സദ്യ കഴിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജാണ് പപ്പടവും പഴവും പായസം. ഇത് കുറേ റീൽസും ഷോർട്സെല്ലാം കണ്ടിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന്. അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ സദ്യ വേണമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത് നമ്മൾ ട്രൈ ചെയ്യാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു, അടിപൊളി ആയിരുന്നു. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്